എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് PTC ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കമ്പനിയിലേക്കാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഇത്. ഒരു ബ്രദേഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു റൈസ് പൗഡർ യൂണിറ്റും ഒരു സ്പൈസസിന്റെ യൂണിറ്റാണ് ഉള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? നേരത്തെ മുൻപരിചയത്തോടു കൂടി വന്നതാണോ അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങുന്നതാണോ? മുൻപരിചയത്തോട് കൂടിയിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങളൊരു റീപാക്കിംഗ് സംവിധാനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാറാസിൽ ചെന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. സാറാസായിട്ട് ഇടപെട്ടിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? സാറാസായിട്ട് നമുക്ക് ഇടപെട്ടതിന് ശേഷം വളരെ നല്ല സർവീസാണ് നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂറിനുള്ളിൽ അവരെത്തി അത് ക്ലിയർ ചെയ്ത് ഉണ്ടായിട്ടില്ല. വിളിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. ഇനി വിളിച്ചില്ലെങ്കിൽ പോലും ഇടയ്ക്ക് അവരിങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. PTC ഡിലൈറ്റ്സ് ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകണമെന്നുള്ളത് സാറിന്റെ പെർസ്പെക്റ്റീവും കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത എല്ലാ അവസ്ഥയിലും ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. 3 ജില്ലയിലാണ് ഞങ്ങളിപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി ഓൾ കേരളയിലേക്ക് ഞങ്ങൾക്ക് എത്തണം. അപ്പോൾ ആ നേരത്തൊക്കെ നമുക്കൊരു 10 ടൺ ലെവലിലൊക്കെ എത്തും എന്നാണ് പ്രതീക്ഷ. നമ്മുടെ ഈ സ്പൈസസിന്റെ കാര്യത്തിലെ മസാലയൊക്കെ കഴിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഏകദേശം ഹോം ഡെലിവറി ഞങ്ങൾ നന്നായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നല്ലൊരു റെസ്പോൺസാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളിത് കഴുകി വൃത്തിയാക്കി പിന്നെ രണ്ടാമത് എല്ലാ ഐറ്റംസും നന്നായി വൃത്തിയോടുകൂടി ഞങ്ങളെ ഭാര്യമാർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഭാര്യമാർ തന്നെയാണ് ചെയ്യണത്. ഭാര്യമാർ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പുറത്തേക്കും ചെയ്ത് കൊടുക്കുന്നത്. അതെ. അത് അപ്പുറത്തെ യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് അവരെ കാണുകയും അവർ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇത് നമ്മുടെ സ്പൈസസ് പ്ലാന്റ് ആണ്. ഷഹന മേഡം ആണ്. മേഡം ഇവിടുത്തെ പ്രൊഡക്ഷൻ എങ്ങനെയാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? ചെയ്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചാക്കിൽ നിന്ന് മുളകൊക്കെ ഇതിൽ പൊട്ടിച്ചിട്ടേക്കാണ്. ഇതുപോലെ കല്ലും നൂലും അങ്ങനത്തെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. വെറുതെ ചാക്കിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കഴുകണക്കാളും മുമ്പായിട്ട് തന്നെ വലിയൊരു കല്ലൊക്കെ കിട്ടും. ഇതിന്ന് പറഞ്ഞ കല്ലാണ്. ഇതിന്ന് കിട്ടിയ കല്ലെന്നൊക്കെ പറയുന്നത് ഇത്രയും ഉണ്ട് അതിന്റെ കട്ടിയും കാര്യങ്ങളൊക്കെ. ഇത് അടുത്ത ബാച്ചാണോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ചില്ലിയാണോ? അത് വേറെ ടൈപ്പ് ചില്ലിയാണ്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. ഇത് വാഷിംഗ് ഏരിയ വരണേ. ഞാൻ ചോദിക്കട്ടെ, അവിടെ ആ ഗ്രേഡിങ് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് പൊടിച്ചുകൂടെ? ഇല്ല, ഇവിടെ വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പൊടിക്കുന്നത്. ഓക്കെ. അപ്പൊ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? ചെളി ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും നല്ല പോലെ. ഇതാണ് ആദ്യത്തെ നമ്മുടെ എക്യുപ്മെന്റ് വരണേ. ഇതിലെന്താ ചെയ്യാറ് ഈ മെഷീനിൽ? ഞങ്ങൾ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് എന്തൊക്കെ റോസ്റ്റ് ചെയ്യാറ് ഇതിന്റെ അകത്ത്? മസാലകള്, ഫിഷ് മസാലകള്, സാമ്പാർ, അങ്ങനെ ഒരുപാട് മസാലകൾ ഞങ്ങളോട് ചെയ്യുന്നുണ്ട്. അതല്ല, ഇതിൽ ആദ്യം ഫസ്റ്റ് റോസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പൊടിക്കും. പൊടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ബ്ലെൻഡറിലിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണേ. ഓക്കെ. നമ്മൾ പല ഇൻഗ്രീഡിയൻസ് ഇട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് ബ്ലെൻഡിങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ അതൊക്കെ ഉള്ളത് നമ്മുടെ പൾവറൈസേഴ്സ് തന്നെയാണ് പൊടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. മസാലകളെ പറ്റി പൊതുവെ എങ്ങനെയാണ് അഭിപ്രായം പുറത്തേക്കൊക്കെ കൊടുത്തിട്ട്? വാങ്ങിച്ചവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഓക്കെ. സാറാസിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് സാറിന്റെ ഒരു അഭിപ്രായം വേണമെന്നുണ്ട്. സാറാസുമായിട്ട് കൂടുതൽ പരിചയം എനിക്കാവും. കാരണം ഞാനാണ് എപ്പോഴും ഈ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുന്നത്. ഞാനാണ്. നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷേ എന്തുണ്ടെങ്കിലും അപ്പോൾ അവരെ വിളിക്കും. അവർ വിളിച്ചാൽ അപ്പോൾ തന്നെ മറുപടി വരും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. അത്ര നല്ല സർവീസാണ്. ഓക്കെ സാറേ, സന്തോഷം. ഇത് PTC ഡിലൈറ്റ്സിന്റെ ടീമാണ്. അവരുടെ പ്രൊഡക്റ്റുകളാണ് സ്പൈസസും റൈസ് പൗഡറിന്റെ. അപ്പോൾ സാർ തന്നെ പറയൂ, നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് വേറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത്? നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ട് അരിപ്പൊടി, PTC റൈസ് പൗഡർ, പിന്നെ അതുകൂടാതെ തന്നെ പുട്ടുപൊടി, ഇഡ്ലിപ്പൊടി, ഇഡ്ലി ദോശ, ആട്ട, അതുപോലെ തന്നെ റാഗി പുട്ട്, പിന്നെ വീറ്റ് പുട്ട്, അങ്ങനെ പിന്നെ മറ്റ് മസാലകൾ, ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ടർമറിക്, കാശ്മീരി ചില്ലി, ഫിഷ് മസാല, സാമ്പാർ പൊടി, ബ്ലാക്ക് പെപ്പർ, ചില്ലി പൗഡർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ മീറ്റ് മസാല, ചിക്കൻ മസാല. റീപാക്ക് ചെയ്യാനിപ്പോൾ കൊടുക്കുന്നുണ്ടോ? റീപാക്ക് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കവറ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം, ഞങ്ങളൊക്കെ അതിനുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് കൊടുക്കുന്നത്? നമുക്ക് നിലവിൽ എറണാകുളം ജില്ല, തൃശ്ശൂർ, അതുപോലെ തന്നെ മലപ്പുറം 3 ജില്ലകളിലുണ്ട്. പിന്നെ ഹോൾസെയിലായിട്ടൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്ര അഭിപ്രായം തന്നതിൽ ഒരുപാട് നന്ദി. ഇനി ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.